അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത അടച്ച് CPM സംസ്ഥാന സമ്മേളനം. ലീഗിനെ LDFിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്താനില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് ഇതിന്റെ സൂചനയാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ LDF പ്രബല മുന്നണിയായി നിലനിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് നിന്നുള്ളവരെ ചാക്കിട്ട് പിടിക്കുക CPMന്റെ നിലപാടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതേസമയം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടമാകുന്നുവെന്ന തിരിച്ചറിവിലാണ് CPM ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായി കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന അണികൾ ലീഗിനെ കൈയൊഴിയുമെന്നും CPM കരുതുന്നുണ്ട്. RSS ഉയർത്തുന്ന ഹിന്ദുമത രാഷ്ട്രവാദത്തിന് തുല്യമായ മുദ്രാവാക്യമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഉയർത്തുന്നത്. നേരത്തെ മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ട് പോയിരുന്ന ലീഗ് മതരാഷ്ട്രവാദികളുമായി സഖ്യമുണ്ടാക്കിയിരുന്നു. UDF മതരാഷ്ട്രവാദികളുമായി സഖ്യമുണ്ടാക്കുന്നത് ലീഗിന്റെ താൽപര്യപ്രകാരമാണെന്നുമുള്ള വിലയിരുത്തലാണ് CPMനുള്ളത്. ഈ രാഷ്ട്രീയം ഗുണം ചെയ്യുക സംഘപരിവാറിനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ നേടാനാകുമെന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ പാതയിലാണ് ഇപ്പോൾ CPM ഉള്ളത്. ഇതിനുള്ള വേദിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞു വരികയാണ് എന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. ന്യൂനപക്ഷ പിന്തുണ നേടാനായില്ല എങ്കിൽ മൂന്നാം തവണയും ഭരണ തുടർച്ചയെന്ന ആഗ്രഹം വിഫലമാകുമെന്ന തിരിച്ചറിവിലാണ് ലീഗ് വേണ്ട, ലീഗുകാർക്ക് പാർട്ടിയിലേക്ക് സ്വാഗതമെന്ന നിലപാടിലേക്ക് CPM എത്തുന്നത്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളിലും CPM കണ്ണുവയ്ക്കുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ചിന്താഗതി വളർത്താനുള്ള ശ്രമമാണ് കാസി എന്ന സംഘടന നടത്തുന്നതെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. RSS രൂപപ്പെടുത്തിയ പ്രസ്ഥാനമാണ് കാസി എന്ന് ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കുക എന്നത് RSS തന്ത്രമാണെന്ന് തിരിച്ചറിയണമെന്ന പ്രചാരണം CPM ശക്തിപ്പെടുത്തുകയുമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് ഏറെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് വിധേനയും ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് വരുതിയിലാക്കുക എന്ന നയത്തിലേക്ക് CPM എത്തുന്നത്. എന്നാൽ അതേസമയം തന്നെ UDFിനെ സംബന്ധിച്ച് കാസ വരുന്നതോടുകൂടി ഒരുപക്ഷെ ക്രൈസ്തവ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമോ എന്ന ആശങ്ക യഥാർത്ഥത്തിൽ UDFിനുണ്ട്. പക്ഷേ അതേസമയം CPMനെ സംബന്ധിച്ച് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മതപ്രീണനം CPMന്റെ അജണ്ടയായി സ്വീകരിച്ചത് തിരിച്ചടിയായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ CPMന്റെ പഠനം പിന്നീട് CPM നിലപാട് തിരുത്തുന്നതിലേക്ക് പോലും നയിക്കുകയും ചെയ്തിരുന്നു. CPM പിന്നീട് പറഞ്ഞത്, തങ്ങൾ യാതൊരു കാരണവശാലും ഇനി മത വോട്ടുകൾക്ക് പുറകെ പോകുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നല്ലത് എന്ന നിലപാടിലേക്ക് CPM എത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ SDPI ആണോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണോ അഥവാ ലീഗ് ആണോ അതോ സമസ്തയാണോ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രീണന പരിപാടികളിലേക്കും CPM കടക്കുകയില്ല എന്ന് CPMന്റെ ഭാഗത്തെ നയം വ്യക്തമാക്കിക്കൊണ്ട് വലിയ തരത്തിലുള്ള വാർത്താ റിപ്പോർട്ടുകളും കുറിപ്പുകളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നതാണ്. ഇത്തരമൊരു തീരുമാനം CPMന്റെ കമ്മിറ്റികളിലെല്ലാം തന്നെ എടുത്തു എന്നും വാർത്തകൾ പരന്നിരുന്നതാണ്. പിന്നീടാണ് ലീഗുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ CPMൽ സജീവമാകുന്നത്. ഇത് എന്തായിരിക്കാം മുന്നോട്ട് വെക്കുന്നത് എന്ന ആശങ്ക ഒരർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിന് ഉണ്ടായിരുന്നു താനും. മാത്രമല്ല സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്ത ഒരുപക്ഷെ CPMലേക്ക് മാറുമോ, സമസ്തയിലെ AP, EK വിഭാഗങ്ങൾ തമ്മിലുള്ള വിഭാഗീയതയിലെല്ലാം തന്നെ ഒരുപക്ഷെ വീണ്ടും CPMനുമായി ഒരു സഖ്യചേരലിന് ഉണ്ടാകുമോ അല്ലെങ്കിൽ CPMനുമായി ഒരു തുറന്ന ചർച്ചയിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്ക ഒരർത്ഥത്തിൽ UDFിനെ വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായ സമസ്തയിൽ നിന്നും വലിയ തരത്തിലുള്ള വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളെല്ലാം തന്നെ വന്നിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ സമ്മേളന കാലഘട്ടത്തിൽ CPMന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കൃത്യമായി CPM നിലപാട് വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക എന്ന ചോദ്യം ഉയർന്നു വരും. UDFിനെ സംബന്ധിച്ച് ക്രൈസ്തവ വോട്ടുകളിൽ ഉണ്ടാകുന്ന വലിയ പ്രതീക്ഷ അത് BJP ഇത്തവണ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് ക്രൈസ്തവ ഏകീകരണം എന്നത് 2024 മുതൽ തന്നെയുള്ള അജണ്ടയാണ്. കൃത്യമായി തന്നെ 2026 അത് BJP പയറ്റുമെന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് കാസയുടെ BJPയിലേക്ക് അഥവാ NDA സഖ്യത്തിലേക്ക് പോകും എന്നുള്ള ആ വെളിപ്പെടുത്തലും വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ട് UDFിലെ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് എങ്ങനെയും വിജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു CPMന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റാനായി CPM ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ UDF ബാങ്കിൽ വലിയ തരത്തിലുള്ള വിള്ളലുണ്ടാവുകയും കൂടുതൽ വോട്ടുകൾ BJPക്ക് ലഭിക്കുകയും ചെയ്യും. BJPക്ക് അല്പം വോട്ടുകൾ ലഭിച്ചിട്ടാണെങ്കിലും ശരി തങ്ങൾക്ക് വിജയിക്കണമെന്ന നിലപാടിലേക്ക് CPM എത്തിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഭാവി കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കെല്ലാം തന്നെ വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.